റിക്കർസീവ് ഫംഗ്ഷൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫംഗ്ഷൻ പഠിച്ചായിരുന്നു. ഫംഗ്ഷൻ എങ്ങനെ കോൾ ചെയ്യും, ഏതൊക്കെ തരത്തിലുള്ള ഫംഗ്ഷൻ ഉണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് റിക്കർസീവ് ഫംഗ്ഷനെ പറ്റിയാണ്. റിക്കർസീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഫംഗ്ഷൻ കോൾ ഇറ്റ് സെൽഫ്. ഒരു ഫംഗ്ഷൻ ആ ഫംഗ്ഷനെ തന്നെ വിളിക്കുന്നതിനെയാണ് നമ്മൾ റിക്കർസീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇത് എവിടം വരെ നമുക്ക് ചെയ്യാം? വെറുതെ ഇങ്ങനെ ഫംഗ്ഷനെ വിളിച്ചുകൊണ്ടിരുന്നാൽ പോരാല്ലോ. ആ ഫംഗ്ഷനെ വിളിച്ചു, ആ ഫംഗ്ഷൻ വീണ്ടും ആ ഫംഗ്ഷനെ തന്നെ വിളിച്ചു, ഇങ്ങനെ അങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോയാൽ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒരു സ്റ്റോപ്പ് വേണം. ഇറ്റ് കണ്ടിന്യൂസ് അണ്ടിൽ സം കണ്ടീഷൻ ഈസ് മെറ്റ് ടു സ്റ്റോപ്പ് ഇറ്റ്. നമുക്കറിയാം, നമ്മളൊരു ലൂപ്പൊക്കെ എഴുതുമ്പം ആ ലൂപ്പിന് നമുക്ക് ഒരു അൺകണ്ടീഷണലായിട്ട് അങ്ങ് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു എൻഡ് ഉണ്ടാവത്തില്ല അല്ലേ? അതേപോലെ തന്നെയാണ് ഇവിടെ റിക്കർസീവ് ഫംഗ്ഷൻ്റെ കാര്യവും. ആ ഒരു ഫംഗ്ഷൻ അതിനെ തന്നെ ഇങ്ങനെ കോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പം നമുക്ക് എന്തായാലും എന്തുണ്ടാവത്തില്ല, ഒരു സ്റ്റോപ്പ് ഉണ്ടാവത്തില്ല. അപ്പം നമുക്കൊരു സ്റ്റോപ്പ് ഉണ്ടാവണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒരു കണ്ടീഷനെ മീറ്റ് ചെയ്യണം അല്ലേ? ആ കണ്ടീഷനെ മീറ്റ് ചെയ്യുമ്പോൾ ആ കണ്ടീഷൻ ട്രൂ ആവുന്ന കേസിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അതിനൊരു എക്സാമ്പിളാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. ഒരു മെയിൻ ഫംഗ്ഷന് നമുക്കറിയാം, മെയിൻ ഫംഗ്ഷനകത്തിലെ എല്ലാ പ്രോഗ്രാംസും റൺ ചെയ്തുള്ളൂ. അപ്പം ഞാൻ ഇവിടെ ഒരു മെയിൻ ഫംഗ്ഷന് ഒരു സാമ്പിൾ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. മെയിൻ ഫംഗ്ഷൻ സാമ്പിൾ എന്ന് പറയുന്ന ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. സാമ്പിൾ എന്ന് പറയുന്ന ഫംഗ്ഷനെ കോൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം ഇവിടെ വെച്ച് ഇത് ഇൻറ്ററപ്റ്റ് ചെയ്യുകയും എവിടെയാണോ സാമ്പിൾ എന്ന് പറയുന്ന ഫംഗ്ഷൻ എഴുതിയിരിക്കുന്നത് അതിൻ്റെ ഡെഫിനിഷനകത്തിൽ പോയി ആ പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം തിരിച്ച് ഇവിടെ റിസൾട്ടുമായിട്ട് വരികയുമാണ് ചെയ്യുന്നത്. അപ്പോൾ സാമ്പിൾ എന്ന് പറയുന്ന ഫംഗ്ഷനെ മീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉടനെ എന്ത് ചെയ്യും? സിസ്റ്റം സാമ്പിൾ എന്ന് പറയുന്ന ഫംഗ്ഷനിലേക്ക് എത്തുന്നു, അവിടെ ചെയ്യേണ്ട സ്റ്റെപ്പുകളൊക്കെ ചെയ്യുന്നു. ഈ സ്റ്റെപ്പുകൾക്കിടയിൽ വീണ്ടും ഈ ഫംഗ്ഷൻ, സാമ്പിൾ എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ, ഈ സാമ്പിൾ എന്ന് പറയുന്ന സെയിം ഫംഗ്ഷനെ തന്നെ കോൾ ചെയ്തിരിക്കുന്നു. അപ്പം നമ്മൾ കണ്ടീഷൻ ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ ഇതിങ്ങനെ കോൾ ചെയ്യും, വീണ്ടും ഈ സ്റ്റെപ്പുകൾ പ്രോസസ്സ് ചെയ്യും, വീണ്ടും ഇവിടെ വരുമ്പോൾ ഇങ്ങോട്ട് കോൾ ചെയ്യും. ഇങ്ങനെ ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ എന്താ പറയുന്നത്, ഒരു അൺകണ്ടീഷണൽ അല്ലെങ്കിൽ ഒരു സ്റ്റോപ്പ് ഇല്ലാതെ ഇങ്ങനെ പോകും അല്ലേ? അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? എന്തെങ്കിലും ഒരു കണ്ടീഷൻ ഇവിടെ പെർഫോം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് വെച്ച് ഇത് സ്റ്റോപ്പ് ആവും. അപ്പം ഈ ഒരു കോളിംഗ് പ്രോസസ്സിനെ, അതായത് ഒരു ഫംഗ്ഷൻ സാമ്പിൾ എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ആ സാമ്പിൾ എന്ന് പറയുന്ന സെയിം ഫംഗ്ഷനെ തന്നെ വിളിക്കുകയാണെങ്കിൽ അത്തരം ഫംഗ്ഷനെയാണ് നമ്മൾ റിക്കർസീവ് ഫംഗ്ഷൻ അല്ലെങ്കിൽ റിക്കർസീവ് കോൾ, ഈ ഒരു പ്രോസസ്സിന് പറയുന്നത് റിക്കർസീവ് കോൾ എന്നാണ്. അപ്പോൾ ഒരു ഫംഗ്ഷൻ ആ സെയിം ഫംഗ്ഷനെ തന്നെ റിപ്പീറ്റ് ചെയ്ത് വിളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത്തരം ഫംഗ്ഷന് പറയുന്ന പേരാണ് റിക്കർസീവ് ഫംഗ്ഷൻ. 1 മാർക്കിനൊക്കെ ചോദിക്കുന്നതാണ് എന്താണ് റിക്കർസീവ് ഫംഗ്ഷൻ. 1 മാർക്കിന് ഇത്രയും മാത്രം എഴുതിയാൽ മതി. എ ഫംഗ്ഷൻ കോൾ ഇറ്റ് സെൽഫ് ഈസ് കാൾഡ് റിക്കർസീവ് ഫംഗ്ഷൻ. ഓക്കെ, നമുക്കിനി മറ്റൊരു എക്സാമ്പിളോട് കൂടി പ്രോഗ്രാം കൂടുതൽ മനസ്സിലാക്കാം. ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ അല്ലേ? നമുക്കറിയാം, ഒരു n ഫാക്ടോറിയൽ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 അങ്ങനെ അപ് ടു എവിടം വരെ എൻ്റെ വാല്യൂ 1 ആവുന്നിടം വരെ നമ്മൾ ആ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യണം. എക്സാമ്പിൾ 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു n മൈനസ് 1, അതായത് 4 മൈനസ് 1 ഇൻറ്റു n മൈനസ് 2, 4 മൈനസ് 2 അപ് ടു എവിടം വരെ 1 വരെ എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു 4 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 3 ആണ് അല്ലേ? 4 മൈനസ് 2 എന്ന് പറഞ്ഞാലോ 2 ആണ്. 4 മൈനസ് 3 ആണ് അടുത്തത്, അതെന്ന് പറയുന്നത് 1 ആണ്. ഇങ്ങനെ ഇതാണ് നമ്മുടെ ഫാക്ടോറിയൽ കാണാനുള്ള ഇക്വേഷൻ. അപ്പം n ഫാക്ടോറിയൽ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 ഇൻറ്റു എക്സെട്ര. n ഫാക്ടോറിയൽ കാണാനുള്ള ഇക്വേഷൻ n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 എന്ന് പറയുന്നതിന് പകരം n മൈനസ് 1 ഫാക്ടോറിയൽ. നമ്മൾ ഈ എക്സാമ്പിൾ വെച്ച് തന്നെ നമുക്ക് നോക്കാം. 4 ഫാക്ടോറിയലാണ്. 4 ഫാക്ടോറിയൽ നമുക്ക് എങ്ങനെ എഴുതാം? 4 ഫാക്ടോറിയലിനെ 4 ഇൻറ്റു 3 ഫാക്ടോറിയൽ എന്ന് എഴുതാം. കാരണം 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 3 ഇൻറ്റു 3 മൈനസ് 1 ഇൻറ്റു 3 മൈനസ് 2 ഇൻറ്റു എന്ന് പറഞ്ഞാണ് നമ്മൾ തുടങ്ങുന്നത് അല്ലേ? അപ്പം ഇതും ശരിയാണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? n ഫാക്ടോറിയലിനെ n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 ടു n, അല്ല എങ്കിൽ n ഫാക്ടോറിയൽ ഈക്വൽ ടു n ഇൻറ്റു n മൈനസ് 1 എന്ന് എഴുതാം. അപ്പം ഇതാണ് ഫാക്ടോറിയൽ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇത് വെച്ച് നമ്മളൊരു നോർമൽ പ്രോഗ്രാം, ഫംഗ്ഷൻ പ്രോഗ്രാം അല്ല, ഒരു നോർമൽ പ്രോഗ്രാം നമുക്ക് എഴുതി നോക്കാം. ഫംഗ്ഷൻ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഹാഷുകളുടെ സ്റ്റുഡിയോ ടച്ച് കോണിയോടെ ടച്ച് കൊടുത്തു, വോയിഡ് മെയിൻ കൊടുത്തു. അതിനുശേഷം എനിക്ക് ആവശ്യമായ എല്ലാ വേരിയബിൾസിനെയും ഞാൻ ലോക്കലി ഡിക്ലെയർ ചെയ്തു. അതിനകത്തിലൊരു വേരിയബിൾ ഫാക്റ്റ് എന്ന് പറയുന്നൊരു വേരിയബിളാണ്. അതിൻ്റെ വാല്യൂ ഞാൻ 1 ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തു. ഇനിയും എനിക്ക് ഏത് നമ്പറിൻ്റെ ആണോ ഫാക്ടോറിയൽ കണ്ടത് ആ നമ്പറിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മെസ്സേജ് കൊടുത്തു. ആ നമ്പർ എന്നിനകത്തിലേക്ക് ഞാൻ ആക്സസ് ചെയ്തു. അപ്പോൾ എന്നിനകത്തിൽ എനിക്കൊരു വാല്യൂ ഉണ്ട്. അടുത്ത കേസിൽ ഞാൻ എന്നെ ചെക്ക് ചെയ്ത് നോക്കി, എന്നിൻ്റെ വാല്യൂ 0 ആണെന്ന്. നമുക്കറിയാം 0 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആൻസർ 1 ആണ് അല്ലേ? അതേപോലെ തന്നെ 1 ഫാക്ടോറിയലിൻ്റെ വാല്യൂ നമുക്കറിയാം 1 തന്നെയാണ്. അപ്പോൾ എനിക്ക് നോക്കേണ്ടത് 0 ഫാക്ടോറിയൽ ആണോ? കാരണം 1 ഫാക്ടോറിയൽ ആണെങ്കിലും നമ്മളിവിടെ കാൽക്കുലേഷൻ ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ പക്ഷേ 0 ഫാക്ടോറിയൽ കാൽക്കുലേഷൻ ചെയ്യാത്തത് കൊണ്ട് നമുക്ക് എന്ത് പറയാം? 0 ഫാക്ടോറിയൽ ആണെങ്കിൽ
1 ആയിട്ട് പ്രിൻറ്റ് ചെയ്യാൻ നമ്മൾ പറഞ്ഞു. അല്ല എങ്കിൽ നമ്മൾ കൊടുത്ത എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 അല്ല മറ്റേതെങ്കിലും വാല്യൂസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ നോർമലി ചെയ്യുന്നത്, അതായത് ഈ പ്രോഗ്രാമിൽ ചെയ്യുന്നതും ഇതെന്ന് പറയുന്നത് റിക്രസീവുമാണ്. കാരണം ഒരു ഫംഗ്ഷനെ വീണ്ടും നമ്മൾ വിളിച്ചിരിക്കുകയാണ് അല്ലേ. അപ്പം ഞാൻ ഈ ഇക്വേഷനാണ് ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. ഫോർ ലൂപ്പ് യൂസ് ചെയ്തു, ഐയുടെ ഇനിഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് n ആയിട്ട് സെറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്തു ഐയുടെ വാല്യൂ 0യേക്കാൾ ഗ്രേറ്റർ ആണോ. നമുക്കറിയാം 0 ഫാക്ടറിലാണെങ്കിൽ നമ്മൾ കണ്ടീഷൻ എഴുതി കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഡിസ്പ്ലേ ചെയ്യേണ്ട എന്താണെന്ന് എഴുതി കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പം 0യേക്കാൾ ഗ്രേറ്റർ ആണെങ്കിൽ മാത്രമേ ഈ ഒരു പ്രോസസ്സിലേക്ക് വരൂ. അതിനുശേഷം ഓരോ തവണയും എന്ത് ചെയ്തിട്ടുണ്ട്, ഐയെ ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം നമുക്കറിയാം എവിടം വരെ എത്തണം, 1 വരെ എത്തണം. അപ്പോൾ ഡിക്രീസ് ചെയ്താൽ മാത്രമേ അത് പറ്റത്തുള്ളൂ. 4 ആണെങ്കിൽ 4 നിന്ന് 1 എത്തണം, 5 ആണെങ്കിൽ 5 നിന്ന് 1 എത്തണം. അപ്പം ഐയുടെ വാല്യൂ എപ്പോഴും നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്ന വാല്യൂ എന്നിൻ്റെ വാല്യൂവിൽ നിന്നും എവിടേക്ക് എത്തണം, ഡിക്രീസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. എന്നാൽ എങ്ങനെയായിരിക്കണം കണ്ടീഷൻ, 0യേക്കാൾ ഗ്രേറ്റർ വാല്യൂ ആയിരിക്കണം. എന്ന് വെച്ചാൽ 1 വരെ ആവാം. ഓരോ തവണയും നമ്മുടെ ഫോർ ലൂപ്പ് വർക്ക് ചെയ്യുമ്പോഴും ഫാക്റ്റിൻ്റെ വാല്യൂ ഞാൻ ഇവിടെ ഫസ്റ്റിൽ 1 എന്നാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ. 1 ഈക്വൽ ടു ഐയുടെ വാല്യൂ എന്താണോ അത്. ഇപ്പോൾ 4 ആണെങ്കിൽ 4 × 1 4 എന്ന് കിട്ടും. അത് ഫാക്റ്റിനകത്ത് സ്റ്റോർ ചെയ്യും. കണ്ടീഷൻ ട്രൂ ആയിട്ട് നിൽക്കുമല്ലേ, ട്രൂ ആയിട്ട് നിൽക്കുകയാണ്. നമ്മൾ നേരെ ഇങ്ങോട്ട് വരും, ഇവിടെ ഡിക്രീസ് ചെയ്യും, 4 നിന്ന് 3 വരും. കണ്ടീഷൻ ചെക്ക് ചെയ്യും, 0യേക്കാൾ ഗ്രേറ്റർ ആണോ ചെക്ക് ചെയ്യും. ആണെങ്കിൽ നമ്മളിവിടെ വരും. ഇപ്പോൾ ഫാക്റ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, നമ്മൾ 4 ആണ് എൻ്റർ ചെയ്ത് കൊടുത്തതെങ്കിൽ 4 എന്ന് പറഞ്ഞ ഒരു വാല്യൂ ഫാക്റ്റിനകത്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അതേ ഈക്വൽ ടു വീണ്ടും നമ്മുടെ ഫാക്റ്റ് ഇൻറ്റു ഐ ആണ് കൊടുത്തിരിക്കുന്നത്. 4 ഇൻറ്റു ഇനി ഐയുടെ വാല്യൂ എത്രയാണ്, മൈനസ് ചെയ്ത് കഴിഞ്ഞു അല്ലേ. 4 ആയിരുന്നു എങ്കിൽ ഇപ്പോൾ 3 ആയി. 4 × 3. അങ്ങനെ നമ്മുടെ ഈ ഒരു പ്രോസസ്സ് ഫോർ ലൂപ്പിനകത്ത് എക്സിക്യൂട്ട് ചെയ്യും. അവസാനം ഫാക്റ്റിനകത്തിൽ എന്ത് വാല്യൂ ആണോ കിടക്കുന്നത് ആ വാല്യൂ നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് കിട്ടും. ഇതാണ് ഒരു നോർമലി ഫാക്ടോറിയലിൻ്റെ പ്രോഗ്രാം. ഇതെങ്ങനെ നമുക്കൊരു റിക്കർസീവ് ഫംഗ്ഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാം എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഡിക്ലെയർ ചെയ്യണം. ഞാൻ ആർ ഫാക്റ്റ് എന്ന് പറയുന്ന ഒരു പേരിൽ റിക്കർസീവ് ഫാക്ടോറിയലിൻ്റെ പ്രോഗ്രാം എന്നുള്ള രീതിയിലാണ് ഞാൻ ആർ ഫാക്ടർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നെയിം കൊടുത്തു. അത് ഇൻറ്റിജർ ടൈപ്പ് ഡാറ്റയായിട്ട് റിട്ടേൺ ചെയ്യുന്നുണ്ട്. അതിനകത്തേക്ക് ഒരു ഇൻറ്റിജർ ടൈപ്പ് വാല്യൂവിനെ നമ്മൾ പാസ് ചെയ്യുന്നുണ്ട്, ആർഗ്യുമെൻ്റ് ആയിട്ട് പാസ് ചെയ്യുന്നുണ്ട്. ഞാൻ പ്രോഗ്രാമിനകത്തിലേക്ക് വന്നു. പ്രോഗ്രാമിനകത്തിൽ ഒരു വാല്യൂവിനെ എൻ്റർ ചെയ്യാൻ പറഞ്ഞു. ഏത് വാല്യൂൻ്റെ ആണോ ഫാക്ടോറിയൽ കണ്ടത് ആ വാല്യൂവിനെ ഞാൻ എൻ്റർ ചെയ്തു. അത് എന്നിനകത്തിലേക്ക് ആക്സസ് ചെയ്തു. ഇനി ഞാൻ ഫാക്റ്റ് എന്ന് പറയുന്ന വേരിയബിളിനകത്തേക്ക് റിക്കർസീവ് ഫംഗ്ഷനെ ഞാൻ കോൾ ചെയ്യുകയാണ്. ആർ ഫാക്റ്റ് എന്നുള്ള ഫംഗ്ഷനെ കോൾ ചെയ്തു. ഏത് വാല്യൂയോടുകൂടി ഞാൻ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തിരിക്കുന്ന വാല്യൂ, ഇപ്പോൾ 4 ആണെങ്കിൽ 4ൻ്റെ ഫാക്ടോറിയൽ, 2 ആണെങ്കിൽ 2ൻ്റെ ഫാക്ടോറിയൽ, ഏത് വാല്യൂ ആണോ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് അതിനെ ഞാൻ കോൾ ചെയ്തു. ഇതിനെ കോൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ നേരെ എന്ത് ചെയ്തു, ഇത് പ്രോഗ്രാമിനകത്തിലേക്ക് വന്നു. ഈ എക്സിനകത്തിലേക്ക് ഏത് വാല്യൂനെ കൊടുത്തിട്ടുണ്ട്, ഇവിടുത്തെ എൻ്റെ വാല്യൂനെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഞാൻ 2 ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഇവിടെ എക്സിൻ്റെ വാല്യൂ 2 ആണ്. അപ്പോൾ 2 ഫാക്ടോറിയലാണ് കാണേണ്ടത്. ഞാൻ ഒരു ലോക്കൽ വേരിയബിൾ എഫിനെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ചെക്ക് ചെയ്യുന്നു എക്സിൻ്റെ വാല്യൂ 0 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. എക്സിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ നമുക്കറിയാം 0 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 ആണ് അല്ലേ. അതുകൊണ്ട് റിട്ടേൺ 1 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ 1നെ റിട്ടേൺ ചെയ്യണം. അപ്പം ഇവിടെ കൊണ്ട് എക്സിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ നേരെ 1നെ ഫാക്റ്റിലേക്ക് റിട്ടേൺ ചെയ്യുന്നു. അവിടെ നിന്ന് പ്രിൻറ്റ് ഫാക്ടോറിയൽ ഫാക്റ്റിൻ്റെ വാല്യൂ 1 എന്ന് പ്രിൻറ്റ് ചെയ്യുന്നു. ഇനി അല്ല എക്സിൻ്റെ വാല്യൂ 0 അല്ല എങ്കിൽ ഫാക്ടോറിയൽ കാണണം അല്ലേ. നമ്മുടെ ഇക്വേഷൻ വെച്ചിട്ട് n × n-1 എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ഫാക്ടോറിയൽ കാണണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എഫ് എന്ന് പറയുന്ന വേരിയബിളിനകത്തിലേക്ക് നിലവിലത്തെ എക്സിൻ്റെ വാല്യൂ, എക്സിൻ്റെ എത്രയാണോ വാല്യൂ കൊടുത്തിരിക്കുന്നത് അതേ ഇൻറ്റു വീണ്ടും ഈ ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞു രണ്ടാമതൊരു ഇക്വേഷനെ നമ്മൾ ഒന്നും കൂടെ എഴുതിയായിരുന്നു. n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ n × n-1 ഫാക്ടോറിയൽ. ആ സെയിം പ്രോസസ്സ് തന്നെയാണ് എക്സ് ഇൻറ്റു x-1 ഫാക്ടോറിയൽ അല്ലേ. നമ്മൾ ആ സെയിം ഇക്വേഷൻ തന്നെ യൂസ് ചെയ്തു. വീണ്ടും എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷനെ, അതായത് നമ്മൾ നിൽക്കുന്നത് ആർ ഫാക്ടർ എന്നുള്ള ഫംഗ്ഷനകത്തിലാണ്. ആ ഫംഗ്ഷനകത്ത് നിന്നുകൊണ്ട് തന്നെ ആ ഫംഗ്ഷനെ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ വിളിക്കുന്നു. ഇവിടെ എക്സിൻ്റെ വാല്യൂ ആയിരുന്നു എങ്കിൽ ഇവിടെ നമ്മൾ എന്ത് കൊടുത്തു, x-1 എന്ന് പറയുന്ന വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ കോൾ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ എക്സിൻ്റെ വാല്യൂ 2 ആയിരുന്നു എങ്കിൽ ഇവിടെ വന്നപ്പോൾ എന്ത് ചെയ്തു, എക്സിൻ്റെ വാല്യൂ നമ്മൾ വീണ്ടും വിളിച്ചപ്പോൾ എക്സിൻ്റെ വാല്യൂ 1 ആയി. എന്നിട്ട് നമ്മൾ കാൽക്കുലേഷൻ ചെയ്തു. നമുക്ക് റിസൾട്ടിനെ എങ്ങോട്ട് സ്റ്റോർ ചെയ്യും, ഫാക്റ്റിനകത്തിലേക്ക് സ്റ്റോർ ചെയ്യും. പ്രിൻറ്റ് ഫാക്ടോറിയൽ പ്രിൻറ്റ് ചെയ്യും. ഇനി ഇവിടെ നടക്കുന്ന പ്രോസസ്സ് എന്താണ് എന്ന് ഞാൻ സെപ്പറേറ്റ് ചെയ്ത് കാണിച്ചിരിക്കുകയാണ്. ഇത്രയും ഭാഗത്ത് ഞാൻ റിപ്പീറ്റ് ചെയ്ത് എഴുതിയിരിക്കുകയാണ്. എക്സിൻ്റെ വാല്യൂ 2 ആണ് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇവിടെ വരുമ്പോൾ എക്സിൻ്റെ വാല്യൂ 2 ആണ്. നമ്മൾ ചെക്കിങ് നമ്മളിവിടെ പറഞ്ഞാണ് ചെക്കിങ് എല്ലാം ചെയ്യണം. എക്സിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ റിട്ടേൺ ചെയ്യണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അല്ല എക്സിൻ്റെ വാല്യൂ 2 ആണല്ലോ നമ്മളിപ്പോൾ എൻ്റർ ചെയ്തേ. അപ്പോൾ എക്സ് നമ്മൾ എൽസ് കേസ് ആണ് എടുക്കാൻ പോകുന്നത്. എക്സിൻ്റെ വാല്യൂ 2 ഇൻറ്റു ആർ ഫാക്റ്റ് ഓഫ് n x-1 ആണ് കാണേണ്ടത്. എന്ന് പറഞ്ഞാൽ x-1ൻ്റെ
വാല്യൂ വെച്ച് കാണണം. ഏതിനകത്തിൽ? വീണ്ടും ഈ ഫംഗ്ഷനെ തന്നെ കോൾ ചെയ്യുന്നു. ഈ ഫംഗ്ഷനെ തന്നെ കോൾ ചെയ്യാന്ന് പറഞ്ഞാൽ ഞാനൊന്ന് എഴുതുകയാണ്. ഈ ഫംഗ്ഷനെ തന്നെ കോൾ ചെയ്തു. സെയിം ഫംഗ്ഷൻ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ വന്നപ്പം എക്സിന് വാല്യൂ ഉണ്ട്. ഇവിടെ വെച്ച് നമുക്ക് ആർ ഫാക്ടറിൻ്റെ വാല്യൂ കിട്ടിയോ? ഇല്ല. വാല്യൂ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫംഗ്ഷനെ തന്നെ കോൾ ചെയ്തിരിക്കുന്നത് അല്ലേ? ഇവിടെ വന്നപ്പോൾ നോക്കിക്കേ, വീണ്ടും എക്സ് മൈനസ്, ഇവിടുത്തെ എക്സ് എന്താണോ അതേ -1 എന്ന് പറയുന്ന ഫംഗ്ഷനെയാണ് വീണ്ടും നമ്മൾ ഈ സെയിം ഫംഗ്ഷനെ തന്നെ കോൾ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ നേരെ ഇങ്ങോട്ട് വരും. അപ്പോൾ ഇവിടെ 2 ആയിരുന്നു വാല്യൂ എങ്കിൽ ഇവിടെ വന്നപ്പോൾ എന്തായി മാറി? എക്സിൻ്റെ വാല്യൂ 1 ആയി മാറി. ഇവിടെ വന്നപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്തായി മാറി? 0 ആയി മാറുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇതിൻ്റെ താഴോട്ട് ഇനിയും പോകാൻ പറ്റുമോ? 0 ആയിക്കഴിഞ്ഞാൽ നമുക്ക് 1 റിട്ടേൺ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായി മാറി? ഇവിടെ വന്നപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആയി മാറി. നമുക്കറിയാം 0 ആണ് എങ്കിൽ 1നെ റിട്ടേൺ ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പം എക്സിൻ്റെ വാല്യൂ 0 ആണ് എന്ന് പറഞ്ഞാൽ 1നെ റിട്ടേൺ ചെയ്തു. ഈ 1നെ എങ്ങോട്ട് കൊടുത്തു? തൊട്ട് മുമ്പേ നമ്മൾ എക്സിനെ കോൾ ചെയ്തെടുത്തേക്ക് നമ്മൾ 1നെ ഡിസ്പ്ലേ ചെയ്ത് കൊടുത്തു. എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നപ്പം എക്സിൻ്റെ വാല്യൂ 1 ആണ്. 1 ഇൻറ്റു എക്സ് എന്നാണ് നമ്മളിവിടെ കിട്ടേണ്ടത്. അപ്പോൾ ഇവിടെ വെച്ച് ഇത് തീരുമോ? 1 ഇൻറ്റു എക്സ് എത്രയാണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ആദ്യമേ വിളിച്ചെടുത്തേക്ക് പോകണം. ഇവിടെ ഒരു എക്സിൻ്റെ വാല്യൂ ഉണ്ട്, അത് ഇൻറ്റു ഇവിടെ എന്താണോ വാല്യൂ അതിലേക്ക് വരും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ തവണ ഇതിനെ കോൾ ചെയ്യുമ്പോൾ നടക്കുന്ന പ്രോസസ്സാണ്. നമുക്ക് ഇവിടെ വെച്ച് ആൻസർ കിട്ടത്തില്ല. ആദ്യത്തെ തവണ ആൻസർ കിട്ടത്തില്ല. നമ്മൾ രണ്ടാമത്തെ തവണ അങ്ങനെ നമ്മുടെ വാല്യൂ എവിടം വരെ വരണം? 0 വരെ വരണം. അവിടം വരെ നമ്മൾ നോക്കി അന്നേരം നമുക്ക് ആൻസർ കിട്ടും. അവിടുന്ന് ആൻസറാണ് റിട്ടേൺ ചെയ്ത് ഇങ്ങനെ പോയി നമുക്ക് അവസാനം ഒരു ഫൈനൽ റിസൾട്ട് കിട്ടും. ആ കിട്ടുന്ന റിസൾട്ടാണ് ഇവിടെ സ്റ്റോർ ചെയ്യുന്നത്, എഫിനകത്ത് സ്റ്റോർ ചെയ്യുന്നത്. ഈ എഫിനകത്തിലെ വാല്യൂ ആണ് ഇങ്ങോട്ട് റിട്ടേൺ ചെയ്യുന്നത്. ഫാക്റ്റിനകത്തിലേക്ക് റിട്ടേൺ ചെയ്യുന്നതും ഫാക്ടോറിയൽ പ്രിൻറ്റ് ചെയ്യുന്നതും. ഓക്കെ.